ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ ഇന്നും തുടരും. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തെരച്ചിൽ. ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി തെരച്ചിലിൽ ഉൾപ്പെടുത്തും. പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. തെരച്ചിലിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 9 മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തെരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എത്ര മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കും? രജിസ്ട്രേഷൻ നടപടികൾക്ക് ശേഷമാണല്ലോ ഈ തെരച്ചിലേക്ക് ആളുകളെ കൂടി എത്തിക്കുക, ജനകീയ തെരച്ചിൽ എന്ന് പറയുന്നത്. ആ നടപടികളും എവിടെ വരെയായി? പൂജ, ഗുഡ് മോർണിംഗ്. ആദ്യ ദിനങ്ങളിൽ നമുക്കൊരു ഗുഡ് മോർണിംഗ് എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മളൊരു അതിജീവനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. ഇന്നലെ ഉൾപ്പെടെ നമ്മൾ കണ്ട കാഴ്ചകൾ അത്തരത്തിലായിരുന്നു. ഇതിൽ നിന്ന് ദുരന്തത്തിൻ്റെ അതിജീവിച്ചവർ പറയുന്ന വാക്കുകൾ നമുക്ക് തരുന്ന ഊർജം അത്ര തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തന്നെയാണ് മുണ്ടക്കൈയും ചൂരൽമലയും ഇവിടെയുള്ള ആളുകളും ഒക്കെ തന്നെ. അപ്പോൾ ഈ ക്യാമ്പിലുള്ള ആളുകൾ ഈ ജനകീയ തെരച്ചിലിനായി വരികയാണ്. മിനിഞ്ഞാന്ന് ജനകീയ തെരച്ചിൽ കഴിഞ്ഞു. ഇന്നലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ തെരച്ചിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് വീണ്ടും തെരച്ചിൽ നടക്കുകയാണ്. ഈ പറഞ്ഞ പോലെ കൃത്യമായ ക്രമീകരണങ്ങൾ, കൃത്യമായ ഷെഡ്യൂൾ പ്രകാരമൊക്കെയാണ് ഈ തെരച്ചിൽ എന്തായാലും ക്രമീകരിച്ചിരിക്കുന്നു. 9 മണിയോടുകൂടി തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഈ ജനകീയ തെരച്ചിലിന് നേരത്തെയൊക്കെ ഉണ്ടായ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാവരെയും തെരച്ചിലിൽ എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു പരിമിതിയായിരുന്നു. അപ്പോൾ കൃത്യമായി ഈ രജിസ്റ്ററൊക്കെ ചെയ്ത് ഇവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഈ തെരച്ചിലിനായി ആളുകളെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ ഒരു സാന്നിധ്യമുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടെ തന്നെയാണ് ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഏറെ വൈകാരികമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഈ CK വിജയൻ അന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഒരു യുവാവ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ അവർ ആദ്യം ദുരന്തം ഉണ്ടായ സമയത്താണ്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ തടഞ്ഞു നോക്കുമ്പോൾ ആ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട്. അവരുടെ സുഹൃത്തായിരുന്നു. അത്രയും കാലം ഒരുമിച്ച് പിടിച്ച് നടന്ന കൈ, ഒരുമിച്ച് യാത്രയിലുണ്ടായിരുന്നവർ. അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന പല കാഴ്ചകളും അന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ആദ്യ ദിനമൊക്കെ CK വിജയൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ജനകീയ തെരച്ചിലിൽ കാര്യമായൊന്നും അന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷ, ഇനിയും ഉറ്റവരെ കണ്ടെത്താനാകും, കാണാനാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയാണ് പലരും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം. ആ പ്രതീക്ഷ ഇനിയും അവശേഷിക്കുകയാണ്. വലിയൊരു മുറിവ് അവിടെ ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. അതിജീവിക്കണം. അപ്പോൾ പോലും എവിടെയെങ്കിലുമൊക്കെ ഉറ്റപ്പെട്ടവരുണ്ടാകും. അവരെ ഒന്ന് അവസാനമായെങ്കിലും ഒന്ന് കാണണം, അവസാനമായെങ്കിലും ഒന്ന് തിരിച്ചറിയണമെന്നൊക്കെ പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് പേരാണ് അത്തരത്തിൽ തിരിച്ചറിയാതെ വെറും കോഡുകൾ മാത്രമായി ഈ പുത്തുമലയിലെ ഈ ശ്മശാന ഭൂമിയിൽ അവശേഷിക്കുന്നത്. അങ്ങനെ ഇനിയെങ്കിലും ആ DNA അവരെയൊക്കെ തിരിച്ചറിയണം എന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും ഒരു ശുഭാപ്തി വിശ്വാസം അതുതന്നെയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ എന്തായാലും ഈ തെരച്ചിൽ ഈ 9 മണിയോടുകൂടി പുരോഗമിക്കും, 9 മണിയോടുകൂടി ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം എന്നുള്ളത് തന്നെയാണ് പൂജ. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ മേഖല ചൂരൽമല മേഖലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചൂരൽമല മുതൽ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിൽ ഉൾപ്പെടെ എത്തിച്ചാണ് എന്തായാലും വിപുലമായ ഈ ഒരു ജനകീയ തെരച്ചിൽ എന്തായാലും ഇന്ന് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടതുപോലെ ഈ 6 സോണുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ തന്നെയാണോ അരുൺ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത്? ഈ ജനങ്ങളുടെ പങ്കാളിത്തം അത് ഏതെല്ലാം മേഖലകളിൽ, രജിസ്ട്രേഷൻ നടപടികൾ എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ അവിടെയുള്ള ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന എല്ലാവർക്കും അവിടേക്ക് എത്തണം എന്നുള്ള വലിയ ആഗ്രഹം കാണും. അത്രത്തോളം ആളുകൾ ഒരുപക്ഷെ എത്തിയെന്നിരിക്കും. അങ്ങനെ ആളുകൾ എത്തുമ്പോൾ ഈ തെരച്ചിൽ എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം കൃത്യമായിട്ടുള്ള നടപടികൾ അത് മുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പല ആൾക്കാരെയും കണ്ടെത്താൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിൽ ജനങ്ങളെല്ലാവരും എത്തുമ്പോൾ ആ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം നടപ്പിലാക്കുന്നത്? അതെ, പ്രധാനമായും 6 സോണുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ വെള്ളാർമല, പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമലയുടെ 2 ഭാഗങ്ങളുണ്ട്. ചൂരൽമല വില്ലേജ് ഭാഗമുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലായി 6 സോണുകളുണ്ട്. അതാണ് ഏറ്റവും അപകട ബാധിത മേഖലയായി. ഈ ഭാഗങ്ങളാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു ആഘാതമുണ്ടായ മേഖല, അല്ലെങ്കിൽ ദുരന്തം നേരിട്ട് ബാധിച്ച മേഖലയാണ്. ഇവിടെയൊക്കെ നിന്നായാണ് കൂടുതൽ മൃതദേഹങ്ങൾ നമ്മൾ കണ്ടെടുത്തത്. ഈ ഒരു മേഖലയാണ് 6 സോണായി കേന്ദ്രീകരിച്ചത്. തുടക്ക ദിനം മുതൽ ഉള്ള തിരച്ചിൽ അങ്ങനെ തന്നെ വിഭജിച്ചുകൊണ്ടായിരുന്നു തിരച്ചിൽ പുരോഗമിച്ചത്. ഈ മേഖലകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളൊക്കെ നമ്മൾ കണ്ടെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ എല്ലാവരെയും ക്യാമ്പിലുള്ളവരെ എത്തിക്കുന്നതിലുണ്ടാകുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം
ഈ 130 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അതിനിടയിലും കൂടെ ഈ ചാലിയാറിൽ നിന്നൊക്കെ ഈ മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ സൂചിപ്പാറ ഭാഗത്തു നിന്നൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കണക്കുകളിലെ ഒരു അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ തെരച്ചിലിനിടയും വ്യക്തമാവുന്ന ഒരു കാര്യങ്ങളാണ്. അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കുറച്ചുകൂടെ സമയമെടുത്ത് മികച്ച രീതിയിലുള്ള ഒരു പഠനമൊക്കെ ആവശ്യമാണ്. അതിനായി ടീമിനെയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പേരെയൊക്കെ കൃത്യമായ ഒരു ലിസ്റ്റിങ്ങിലൂടെ തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുന്നത്. ഈ 6 സോണുകൾ കേന്ദ്രീകരിച്ച് പോകുമ്പോൾ ഇവരുടെ ആവശ്യം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചൂരൽമല സ്വദേശിയാണെങ്കിൽ ഈ വെള്ളാർമല സ്കൂൾ കേന്ദ്രീകരിച്ചാണ് പോകുന്നതെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള ഒരു ടീമുണ്ട്, സന്നദ്ധ സേവാ പ്രവർത്തകരുണ്ട്. ഇവരാണ് ഈ ഭാഗത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവർ അനുഗമിക്കും. ഒപ്പം തന്നെ ഇവർ പറയുന്ന ആ തെരച്ചിലിന് നേതൃത്വം നൽകുന്നതും ഈ സേവാ പ്രവർത്തകർ തന്നെയാണ്. അങ്ങനെ ഒരു ടീമായി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. അപ്പോഴും പരിമിതികളുണ്ട്. നമുക്ക് ഈ ജനകീയ തെരച്ചിലിൻ്റെ പരിമിതികളുണ്ട്. പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനെ മറികടന്നുകൊണ്ടൊക്കെയുള്ള കൃത്യമായ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഈ തെരച്ചിലിനെ ഏകോപിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂജ, തീർച്ചയായും അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്.